പോരാ. ലോകേഷിന്റെ പഴയ പവറൊന്നുമില്ല, കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം, കുറച്ചൊക്കെ വെറുപ്പിക്കലാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ ഇമോഷണൽ രീതിയിലാ കഥ പറയണം. കുറെ മാസം പ്രതീക്ഷ വരണ്ട. നല്ലതാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ? കുഴപ്പമില്ല. രജനിയുടെ ഒരു ഷോ ഉണ്ടോ പടത്തില്? കുഴപ്പമില്ലായിരുന്നു. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ? കുഴപ്പമില്ല. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ പടം? കുഴപ്പമില്ല. രജനിയുടെ ഒരു ഷോ തന്നെ ഉണ്ടോ? രജനികാന്ത് മാസാണ്. ബ്രോ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പോരാ. ബ്രോ പടം എങ്ങനെ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ചേട്ടാ പടം? ലോകേഷിന്റെ പഴയ പവറൊന്നുമില്ല, കുഴപ്പമില്ലാതെ വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം, കുറച്ചൊക്കെ വെറുപ്പിക്കലാണ്. രജനിയുടെ മാസും ബാക്കി കാര്യങ്ങളൊക്കെ മാസൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ ആയതുകൊണ്ട് വലിയൊരു പുതുമയൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പടത്തില്. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. വൺ ടൈം വാച്ചബിൾ ആന്നേ ഉള്ളൂ. വേണമെങ്കിൽ വൺ ടൈം വാച്ചബിൾ. നല്ലായിരുന്നു. എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ? നോർമൽ LCU പടത്തിന്റെ റേഞ്ച് എത്തിയില്ല. രജിയുടെ ഷോ ഉണ്ടോ? എന്നാലും കുഴപ്പമില്ല. ബാക്കി സൗബിന്റെ ഒക്കെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ബാക്കി അമീർ ഖാന്റെ റോള് വെറുതെ ആയിപ്പോയി. എന്നാലും പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയില്ല. ഓക്കെ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? നല്ല പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ബ്രോ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയായിരുന്നു ബ്രോ? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാണ്. ബ്രോ എങ്ങനെയായിരുന്നു പടം? പ്രതീക്ഷിച്ച പോലെ എത്തിയോ? ലോകേഷിന്റെ ഒരു ലോകേഷ് തോന്നത്തില്ല. ആണോ? ഇഷ്ടപ്പെട്ടില്ല. പടം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലാട്ടാ. ഭയങ്കര ഇമോഷണൽ രീതിയിലാ കഥ പറയണം. കുറെ മാസം പ്രതീക്ഷ വരണ്ട. മൊമെന്റ്സ് ഉണ്ട്, നല്ല ഹൈ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല കഥയുള്ള സിനിമ. ഭയങ്കര മാസം പ്രതീക്ഷ വരണ്ട. പക്ഷെ ലോകേഷിന് ഒരു സ്ഥിരം പാറ്റേണിലാണോ അതോ? ഇല്ല, ലോകേഷിന് സ്ഥിരം പാറ്റേണില്ല. ഭയങ്കര മാസത്തല്ല, നല്ല കഥ പറയുന്ന രീതിയിലാണ് സിനിമ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ലോകേഷിന് വേറെ രീതി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ ആ സിനിമ. പടം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ക്ലൈമാക്സിൽ ഒരു സസ്പെൻസ് ഉണ്ട്. സോ എല്ലാരും ക്ലൈമാക്സ് വരെ ഇരുന്ന് കാണണം കേട്ടോ. ബ്രോ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ബ്രോ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? പടം എങ്ങനെയുണ്ട് ചേട്ടാ? ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? നല്ല പടമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. പ്രതീക്ഷിച്ച രീതിക്ക് എത്തിയോ പടം? എത്തിയോ? ഓവർ ഹൈപ്പില്ല, ഓവർ ഇതായിട്ടില്ല, എങ്കിലും ഡീസന്റ് വാച്ച്. ലോകേഷിന്റെ ആ ഒരു സ്ഥിരം മേക്കിംഗ് ശൈലി തന്നെയാണോ? ടിപ്പിക്കൽ ആ സാധനം പോകുന്നുണ്ട് എല്ലാത്തിലും. രജനിയുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? രജനി നല്ലതാണ്. സൗബിനൊക്കെ അടിപൊളിയാണ്. അമീർ ഖാൻ, അനിരുദ്ധിന്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? കത്തിച്ചോ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയായിരുന്നു? ലോകേഷിന്റെ ഒരു സംവിധാനം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലോകേഷിന്റെ സ്ഥിരം ഏർപ്പാട് തന്നെ. ആ ഒരു രജനീകാന്തിന്റെ ഒക്കെ ഒരു പെർഫോമൻസ്. രജനീകാന്ത് സ്വാഗതം ഉണ്ട്. അടിക്കും. എന്താണേലും ഹിറ്റ് അടിക്കും. ഹിറ്റ് അടിക്കും പടം. ഹിറ്റ് അടിക്കും. സൗബിന്റെ ഒക്കെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? സൗബിന് അടിപൊളിയായിട്ടുണ്ട്. അമീർ ഖാൻ കുറച്ചുള്ള നല്ലായിരുന്നു. മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് തന്നെയാണോ പടം? മാസ് തന്നെ. അനിരുദ്ധിന്റെ മ്യൂസിക് എങ്ങനെയുണ്ടായിരുന്നു? അനിരുദ്ധിന്റെ മ്യൂസിക് എടുത്തു പറയേണ്ടത്, അത് അടിപൊളിയായിരുന്നു. ഓക്കെ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ലോകേഷ് സാറെ സംബന്ധിച്ച് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മോൾഡ് ചെയ്യണം, നല്ലൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പുള്ളിയെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അതേ പറയാനുള്ളത്. നന്നായിട്ട് സൗബിൻ സാറിനെ
മോൾഡി എടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രജനീകാന്തിന്റെ പെർഫോമൻസ് ഒക്കെ ഓ ആണെങ്കിൽ അതിന് പറയാനുണ്ടോ, നമ്മുടെ തലവരല്ലേ. ഗംഭീരം. ഗംഭീരം. ഓ അമേസിംഗ്. എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടമാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതാണ് ഓൾറെഡി. തായ്ലാൻഡ് ഷോട്ടും പിന്നെ രാജസ്ഥാനൊക്കെ ആയിട്ട് ഓൾറെഡി ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. ടീമുകളാണ് അതാണ് ഇവിടെ കാണാൻ ഇറങ്ങിയത്. ബ്രദർ കണ്ടില്ല പടം? അടിപൊളിയാണ്. ബ്രദർ കണ്ടില്ല പടം? ഞാൻ ഈ ഷോയ്ക്ക് ഏറ്റവും അതായത് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന ലെജൻസിന്റെ കൂടെയൊക്കെ ഒരു 19 ദിവസം വർക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെ ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഭാഗ്യം എന്ന് പറയാം. പിന്നെ ലോകേഷിന്റെ യൂണിവേഴ്സൽ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും നല്ലൊരു നല്ല സ്ഥാനവും കിട്ടി, നല്ല റോളും ആയിരുന്നു.